സീരിയൽ നടൻ സിദ്ധാർത്ഥ് പ്രഭുവിൻ്റെ വാഹനം ഇടിച്ചിട്ട് കാൽനട യാത്രക്കാരൻ മരിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായി ചികിത്സയിലായിരുന്ന തങ്കരാജാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു പ്രായം. ഡിസംബർ 24 വൈകിട്ടായിരുന്നു അപകടം സംഭവിച്ചത്. രാത്രി MC റോഡിൽ നാട്ടകം കോളേജ് കവലയിലായിരുന്നു അപകടം. കോട്ടയം ഭാഗത്തു നിന്ന് എത്തിയ സിദ്ധാർത്ഥ് ഓടിച്ച കാർ വിവിധ വാഹനങ്ങളിൽ ഇടിച്ച ശേഷം ലോട്ടറി വിൽപ്പനക്കാരനായ കാൽനട യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു. മദ്യലഹരിയിലായിരുന്നു സീരിയൽ നടൻ. സിദ്ധാർത്ഥ് പ്രഭുവിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ തങ്കരാജ് മരിച്ച സാഹചര്യത്തിൽ സിദ്ധാർത്ഥിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. വൈദ്യപരിശോധനയിൽ മദ്യപിച്ചതായിട്ടാണ് വ്യക്തമായതിനെ തുടർന്ന് മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയതിന് കേസെടുത്ത പോലീസ് സിദ്ധാർത്ഥിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. വാഹനം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപകടത്തിന് ശേഷം നാട്ടുകാരുമായി തർക്കത്തിലേർപ്പെട്ട നടൻ റോഡിൽ കിടന്നത് മൂലം ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ചിങ്ങവനം പോലീസാണ് കേസെടുത്തത്. അപകടത്തിന് പിന്നാലെ ചോദ്യം ചെയ്ത നാട്ടുകാരെയും തടയാനെത്തിയ പോലീസിനെയും സിദ്ധാർത്ഥ് ആക്രമിച്ചിരുന്നു. ഒടുവിൽ ബലം പ്രയോഗിച്ചാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനാണ് സിദ്ധാർത്ഥ് പ്രഭു. വളരെ ചെറിയ പ്രായം മുതൽ തന്നെ അഭിനയ രംഗത്തേക്ക് എത്തിയ താരമാണ് സിദ്ധാർത്ഥ്. നിരവധി ആരാധകരായിരുന്നു സിദ്ധാർത്ഥിനുണ്ടായിരുന്നത്. ഈ അടുത്തിടെയാണ് സിദ്ധാർത്ഥ് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ഉപ്പുമുളകും എന്ന സിറ്റ്കോമിലേക്ക് സിദ്ധാർത്ഥ് എന്ന കഥാപാത്രമായി താരം എത്തിയത്. വളരെ മികച്ച രീതിയിലായിരുന്നു സിദ്ധു എത്തിയതിന് ശേഷം റേറ്റിംഗും പരമ്പരയ്ക്ക് മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ സിദ്ധാർത്ഥിന്റെ ഈ ഒരു പ്രവൃത്തി മൂലം ചാനൽ അധികൃതർ താരത്തെ ആ പരമ്പരയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. ചെറിയൊരു ബ്രേക്ക് എടുക്കുന്നു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ സിദ്ധാർത്ഥും ഈ വാർത്ത പങ്കുവച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ വണ്ടി അപകടത്തിൽപ്പെട്ട സാഹചര്യത്തിൽ ഇയാളെ ജനം കൈകാര്യം ചെയ്തിരുന്ന അവസ്ഥയുണ്ടായപ്പോൾ ഇതിനെതിരെ നടൻ ജിഷിനും അമയയും പ്രതികരിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം വഴിയാത്രക്കാരൻ മരിച്ച സാഹചര്യത്തിൽ വാർത്ത വന്നപ്പോൾ തന്നെ അമയയ്ക്കും ജിഷിനും തീരെ മോശമായ രീതിയിലുള്ള സൈബർ അറ്റാക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇൻസ്റ്റയിലെ കമൻറ്റ് ബോക്സിലൂടെയാണ് ജിഷിനും അമയയ്ക്കുമെതിരെ ശബ്ദമുയരുന്നത്. എന്നാൽ ഇതോടെ അമയെ വിശദീകരണം നടത്തിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ചെറുതും വലുതുമായ എല്ലാ പൊങ്കാലകളും സ്വീകരിക്കുന്നു. വരിക, ഇടുക, പ്രക്രിയ കഴിഞ്ഞാൽ പോവുക. ഞങ്ങൾ ആരെയും വണ്ടി കയറ്റി കൊന്നിട്ടില്ലെന്നും കൊല്ലാൻ ആഹ്വാനം ചെയ്തിട്ടുമില്ല. കൊന്നെങ്കിൽ ആ തെറ്റിനെ ഞങ്ങൾ ന്യായീകരിച്ചിട്ടുമില്ല. ആൾക്കൂട്ട ആക്രമണം അതിനെതിരെ മാത്രമാണ് തങ്ങൾ സംസാരിച്ചതെന്നും അതിപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഒരു ഇഞ്ച് പോലും മാറ്റമില്ലെന്നും അമയെ പറയുന്നുണ്ട്. ഡിസംബർ 24 രാത്രിയോടെയായിരുന്നു സംഭവം നടന്നത്. കോട്ടയം MC റോഡിൽ നാട്ടകം ഗവൺമെൻറ് കോളേജിന് സമീപത്താണ് അപകടം ഉണ്ടായത്. കോട്ടയം ഭാഗത്തു നിന്നും എത്തിയ സിദ്ധാർത്ഥിന്റെ വണ്ടി ലോട്ടറി വിൽപ്പനക്കാരനായ തങ്കരാജിനെ ഇടിക്കുകയായിരുന്നു. ഇയാൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരണം സംഭവിച്ചത്. സിദ്ധാർത്ഥിനെതിരെ എന്ത് നടപടിയാകും ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉറ്റുനോക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സിദ്ധാർത്ഥിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ഇനി ഒരിക്കലും ഉപ്പുമുളകിലേക്ക് തിരികെ വരുമോ എന്ന കാര്യം ഇപ്പോൾ തങ്കരാജിന്റെ മരണവാർത്ത അറിഞ്ഞ സിദ്ധാർത്ഥിന്റെ ഫോണും ഓഫായെന്നും അതുപോലെ വീട് പൂട്ടി സിദ്ധാർത്ഥ് നാട് വിട്ടു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള കുടുംബമാണ് സിദ്ധാർത്ഥ് പ്രഭുവിൻ്റേത്. തട്ടിയും മുട്ടിയും എന്ന കോമഡി സീരിയലിലൂടെയായിരുന്നു സിദ്ധാർത്ഥിൻ്റെ അഭിനയ ജീവിതം ആരംഭിച്ചത്. സിദ്ധാർത്ഥിൻ്റെ ചേച്ചിയും അഭിനേത്രിയാണ്.